ഹലോ ഗൈസ്, ബഡ്ജറ്റ് ഫോണിൽ ഒരു കില്ലർ ഫോൺ വരാൻ പോണ് ഐക്യുവിൻ്റെ നിയോ 10R എന്ന് പറഞ്ഞ ഫോൺ. ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഡിസൈൻ നോക്കാം. ഡിസൈൻ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ, ഒരു ബ്ലൂ കളർ, ഒരു ബ്ലാക്ക് ഡുവൽ ടോൺ ബ്ലൂ കളറാണ്, വെയിറ്റും ബ്ലൂവും കൂടെ വരുന്നത്. നല്ലൊരു ഡിസൈനാണ്. ക്യാമറ പൊസിഷൻ നമ്മുടെ IQ 13 ഒക്കെ കൂട്ട് തന്നെ, പക്ഷെ 2 ക്യാമറാസേ ഉള്ളൂ. നല്ലൊരു ഡിസൈനായിട്ട് തോന്നി. പ്ലാസ്റ്റിക് ബിൽഡ് ആയിരിക്കും വരാൻ പോകുന്നത്, എന്നാലും സ്ട്രോങ്ലി തന്നെ ആയിരിക്കും. IP റേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിസൈൻ വൈസ് ഈസ് പ്രെറ്റി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഡിസൈൻ ആയിട്ട് എനിക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സ്പെക്സിലോട്ട് കിടക്കാം, ഡിസ്പ്ലേയിലോട്ട് കിടക്കാം. ഡിസ്പ്ലേ വരുമ്പോൾ ഒരു 6.8 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, അത്യാവശ്യം ബെസലസ് വളരെ കുറഞ്ഞ നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു വരാൻ പോകുന്ന 1.4K റെസൊല്യൂഷന്റെ ഒരു 144 ഹെഡ്സിന്റെ ഡിസ്പ്ലേ ആണ്. അത് മാക്സിമം നമുക്ക് ഈ വർഷം ഒരു ഫോണിലും, വേൾഡിൽ തന്നെ ഒരു ഫോണിലും വരാൻ പോലത്തെ ഒരു കാര്യമാണ് വരാൻ പോകുന്നത്. 2000 ഹെഡ്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് വരുന്നുണ്ട്. അത് ടച്ച് സാമ്പിളിങ്ങിലാണ് വന്നത്. ഗെയിം ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അത് ഭയങ്കരമായിട്ട് ആക്ടിവേഷൻ ആവും. ഓൾറെഡി 144 ഉണ്ട്, അതിന്റെ കൂടാണ് 2000 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് ആണ്. മറ്റേത് 144 ടച്ച് സാമ്പിളിംഗ് ആയിരുന്നു പണ്ട് തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ 2000 ഹെഡ്സിന്റെ. അപ്പൊ എന്തോ ഇത്ര സ്മൂത്ത് ആയിരിക്കും, ഒഴുകി കളിക്കും, ഇങ്ങനെ ഒഴുകും, ഫ്ലൂയിഡും ആയിരിക്കും. പിന്നെ ഒരു ഗുണം 90 FPS നമുക്ക് ഗെയിം കളിക്കാം. പബ്ജി, ഫ്രീ ഫയർസ്, അങ്ങനെ കോൾ ഓഫ് ഡ്യൂട്ടി തുടങ്ങിയ ഗെയിംസ് എല്ലാം 90 FPS കളിക്കും. HDR10+ സർട്ടിഫിക്കേഷൻസും എല്ലാം വരുന്നുണ്ട്. ഒരു 2Kയുടെ അടിപൊളി ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, കോഡ് കർവ് അല്ല. IQ ഗെയിമിംഗ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഒരു 3500 നിക്സ് ബ്രൈറ്റ്നസോളം പീക്ക് ബ്രൈറ്റ്നസ് വരും. അത് HDR കണ്ടന്റിലേ ഉള്ളൂ. എങ്ങനെ പോയാലും 1800 നിക്സ് നമുക്ക് കിട്ടും ബ്രൈറ്റ്നസ്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രൊട്ടക്ഷൻ ഇവിടെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഒന്നും IQന് ഇതുവരെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് ഞാൻ പറയാൻ സാധിക്കും ഈ ഒരു സ്പെക്സ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ നമുക്ക് നോക്കാവുന്നത്, ഇനി നമുക്ക് അടുത്തത് ഇതിന്റെ ക്യാമറയിലോട്ട് കിടക്കാം. ക്യാമറ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. 2 ക്യാമറയുള്ളൂ, 2 യൂസ്ഫുൾ ക്യാമറാസ് ആണ് വെച്ചേക്കുന്നത്. അടിപൊളി ലേറ്റസ്റ്റ് ആയിട്ടുള്ള 50യുടെ 2 സോണിയുടെ സെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ഔട്ടായിരിക്കും വരാൻ പോകുന്ന. 4Kയിൽ 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട് വരുമ്പോൾ 16 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ് വരാൻ പോകുന്നത്. അതിൽ നമുക്ക് ഫുൾ HD 60 FPS എടുക്കാം. 4K വരുന്നില്ല, കാരണം ഇതൊരു 10R ഫോണാണ്. അപ്പൊ അത്യാവശ്യം നല്ല, ഇതിന്റെ മുന്നത്തെ ജനറേഷന് നിയോ 6 ഒക്കെ അത്യാവശ്യം നല്ല ക്യാമറാസ് ആണ് സാമ്പിൾസ് തന്നുകൊണ്ടിരുന്നത്. അത്യാവശ്യം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഈ ഒരു സെഗ്മെന്റിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറാസിൽ ഒക്കെ വന്ന് ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു ഘടകം 8s Gen 3. അടിപൊളി ഒരു പ്രോസസ്സർ, ഒരു ബാലൻസ്ഡ് പ്രോസസ്സർ. കഴിഞ്ഞ വർഷത്തെ ഒരു നല്ലൊരു പ്രോസസ്സറിൽ എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സറാണ് 8s Gen 3. ഒരു 4 നാനോമീറ്റർ പ്രോസസ്സറാണ് വരുന്നത്. ഹീറ്റൊക്കെ അത്യാവശ്യം മാനേജ് ചെയ്ത്, കൂളിംഗ് എന്തായാലും വേപ്പർ ചേംബർ കൂളിംഗ് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് IQ. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഹീറ്റ് മാനേജ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് പ്രോസസ്സർ ഭയങ്കര സൂപ്പറായിരിക്കും. ഗെയിമേഴ്സിന്, എക്സ്ട്രീം ഗെയിമേഴ്സിന് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിൽ, ഇതിന്റെ ബഡ്ജറ്റ് പ്രൈസ് ആണ് നോക്കേണ്ടത്. ഇതൊരു ബഡ്ജറ്റിൽ കൊണ്ട് തന്നെ കില്ലറാക്കിയേക്കുവാണ്. നമുക്ക് ഇതിന്റെ പ്രൈസ് ഞാൻ അവസാനം പറയാം എത്രത്തോളം വരുമെന്ന്. ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസിന് വരുവാണെങ്കിൽ ഫെന്റാസ്റ്റിക്. ഞാൻ അവസാനം ഇതിന്റെ പ്രൈസ് ഞാൻ ഏകദേശം പറയാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോസസറിന്റെ കാര്യം ഇസ് പ്രെറ്റി ഗുഡ്. 80 വാൾട്ടിന്റെ ചാർജറാണ് വരുന്നത്. ബാറ്ററി എന്ന് പറഞ്ഞാൽ 6000 mAh സിലിക്കൺ കാർബൺ ബാറ്ററിയാണ്. അത്യാവശ്യം നല്ലൊരു 1.5 ഡേ നമുക്ക് കിട്ടും ബാറ്ററി ലൈഫ്. കാരണം ഇപ്പൊ IQന്റെ 13 അതേ യൂസ് ചെയ്തേക്കുന്ന ബാറ്ററിയാണ്. അത് 6100 mAh, ഇത് 6000 mAh ഉള്ളൂ. അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബാറ്ററി ലൈഫ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഓൾ റൗണ്ടർ ആയിട്ടാണ് വരാൻ പോകുന്നത്. USB 3.2 ഈ ഒരു പ്രോസസ്സർ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ IQന്റെ OS വരുന്നുണ്ട്. വിവോയുടെ തന്നെ OS ആണ് വരാൻ പോകുന്നത്. വിവോയുടെ ക്യാമറ വൈസ് ചെയ്താലും അത്യാവശ്യം ഗുഡാണ്, പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് ഇത് ഗെയിമേഴ്സിനാണ്. ഓൾ നല്ലൊരു ഡിസ്പ്ലേ, നല്ലൊരു ക്യാമറ, നല്ലൊരു ബാറ്ററി ലൈഫ്, എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു സെഗ്മെന്റ്. ഇനി ഇതിന്റെ പ്രൈസിങ്ങിലോട്ട് നമുക്ക് കടക്കാം. വൺ ടച്ച് OS 15 വരാൻ പോകുന്നത്, ആൻഡ്രോയിഡ് 15. പിന്നെ 4 വർഷത്തിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. അത്യാവശ്യം IQ നല്ല രീതിയിൽ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ IQന്റെ പഴയ ഡിവൈസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ 2 വർഷം കഴിഞ്ഞിട്ടും അപ്ഡേറ്റ്, സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആയാലും അവർ പ്രോമിസിങ് പറഞ്ഞ രീതിയിൽ കൊടുക്കുന്നുണ്ട് 100%. എല്ലാ മാസവും എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ മാത്രം അവർ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഒരു കമ്പനിയാണ്. എല്ലാ മാസവും സെക്യൂരിറ്റി പാച്ച് കൊടുക്കുന്നില്ല. എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് വരുമ്പോൾ അവർ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു OS ആണ്. അത്യാവശ്യം നമ്മൾക്കൊരു ക്ലീനർ അല്ല, ആർട്സ് ഉണ്ട് ഇവിടെ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇവിടെ ആഡുണ്ട്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് മാറും. ഇത്രയൊക്കെയുള്ളൂ പറയാൻ.
എല്ലാം കൊണ്ടൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോണാണ്. 25 to 27 പ്രൈസിനാണ് വരാൻ പോകുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന്റെ കില്ലർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഇതിന്റെ മെയിൻലി ഇതിന്റെ ഒരു ഗെയിമേഴ്സിനൊക്കെ ഇനി ബഡ്ജറ്റിൽ എടുക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്നവർക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. പക്ഷേ ഇവന്റെ ഒരു കില്ലർ വരുന്നുണ്ട്, വേറൊരു ഫോൺ. അത് ഞാൻ പറയാം, പോക്കോയുടെ ഒരു ഫോൺ വരുന്നുണ്ട്. അത് നിങ്ങൾ കമ്പാരിസൺ വീഡിയോയും വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും ഇത് ലോഞ്ച് ഇവന്റ് വരാൻ പോകുന്ന തന്തിയാണ് വരാൻ പോകുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത്രയൊക്കെ സ്പെക്സ് വരുന്നുള്ളൂ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക.